ഇനി ടെക് ലോകത്തു നിന്നുള്ള വാർത്തകളിലേക്ക്. ആകർഷകമായ താരിഫ് പ്ലാനുകളുമായി കേരളത്തിന്റെ സ്വന്തം കെ-ഫോൺ ഒരു പുതിയ പ്ലാനും 2 പ്ലാനുകളിൽ ഡാറ്റ ലിമിറ്റ് വർധനയും അവതരിപ്പിച്ചു. കേരളത്തിന്റെ സ്വന്തം ഇന്റർനെറ്റ് കണക്ഷനായ കെ-ഫോണിൽ പുതിയ താരിഫ് പ്ലാനുകൾ നിലവിൽ വന്നു. നേരത്തെയുള്ള പ്ലാനുകൾക്ക് പുറമെ പുതിയതായി ഒരു പ്ലാൻ കൂടി പുതിയ താരിഫിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പഴയ പ്ലാനുകൾ നിരക്ക് വർധനയില്ലാതെ നിലനിർത്തുകയും 2 പ്ലാനുകളിൽ ഡാറ്റ ലിമിറ്റ് വർദ്ധിപ്പിക്കുകയും ചെയ്തു. 349 രൂപയുടെ ബേസിക് പ്ലസ് പാക്കേജാണ് പുതിയതായി കെ-ഫോൺ പ്ലാനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പ്രകാരം 30 Mbps വേഗതയിൽ ഒരു മാസത്തേക്ക് 3000 GB ഡാറ്റ ഉപഭോക്താക്കൾക്ക് ആസ്വദിക്കാനാകും. നേരത്തെ നിലവിലുണ്ടായിരുന്ന 399 രൂപയുടെ കെ-ഫോൺ ഫ്ലക്സ് പാക്കേജിൽ 3000 GB ഡാറ്റ ലിമിറ്റ് ഉണ്ടായിരുന്നത് 3500 GB ആയി ഉയർത്തിയിട്ടുണ്ട്. 40 Mbps വേഗതയാണ് ഈ പാക്കേജിൽ ലഭ്യമാകുക. 599 രൂപയുടെ കെ-ഫോൺ ടർബോ പാക്കേജിൽ 3500 GB ഡാറ്റ ലിമിറ്റ് ഉണ്ടായിരുന്നത് 4000 GB ആയി ഉയർത്തിയിട്ടുണ്ട്. 100 Mbps വേഗത ഈ പാക്കേജിൽ ആസ്വദിക്കാനാകും. മറ്റു പാക്കേജുകൾ മാറ്റമില്ലാതെ തുടരും. 299 രൂപയുടെ കെ-ഫോൺ ബേസിക് പാക്കേജിൽ 20 Mbps വേഗതയിൽ 1000 GB വരെ ഇന്റർനെറ്റ് ആസ്വദിക്കാം. 449 രൂപയുടെ കെ-ഫോൺ പ്ലസ് പാക്കേജിൽ 50 Mbps വേഗതയിൽ 3500 GB ഇന്റർനെറ്റ് ലഭിക്കും. 1499 രൂപയുടെ കെ-ഫോൺ സെനിത് സൂപ്പർ പാക്കേജിൽ 300 Mbps വേഗതയിൽ 5000 GB ഇന്റർനെറ്റാണ് ലഭിക്കുക. പുതിയ ഉപഭോക്താക്കൾക്ക് ആദ്യ ടൈം റീചാർജിനൊപ്പം അഡീഷണൽ വാലിഡിറ്റി കൂടാതെ ബോണസ് വാലിഡിറ്റി കൂടി ലഭിക്കുന്ന വെൽക്കം ഓഫറും കെ-ഫോണിൽ നിലവിലുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് ഇരകളാകാതിരിക്കാൻ മുന്നറിയിപ്പുമായി സൈബർ പോലീസ്. തട്ടിപ്പ് ലോൺ ആപ്പുകൾ ഉപയോഗിച്ച് വഞ്ചിതരാകുന്നവരുടെ എണ്ണത്തിലുണ്ടായ വർധനവിനെ തുടർന്നാണ് നടപടി. സംസ്ഥാനത്ത് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകൾ ക്രമാതീതമായി പെരുകുകയാണ്. ഇതിൻ്റെയൊപ്പം പൊതുസമൂഹത്തിനും നിയമപാലകർക്കും തലവേദനയായിരിക്കുകയാണ് മൊബൈൽ ഫോണിൽ ഉപയോഗിക്കാവുന്ന തട്ടിപ്പ് ലോൺ ആപ്പുകൾ. എളുപ്പത്തിൽ കുറഞ്ഞ രേഖകൾ ഉപയോഗിച്ച് വായ്പ നേടാൻ സാധിക്കുമെന്നതാണ് ഇവ പെട്ടെന്ന് ആളുകൾക്കിടയിൽ പ്രചരിക്കാൻ കാരണമായത്. അടുത്ത കാലത്തായി വ്യാപകമായി ഇത്തരം തട്ടിപ്പുകൾ വർദ്ധിച്ചതിലൂടെ ബോധവൽക്കരണവുമായി എത്തിയിരിക്കുകയാണ് കേരള പോലീസ്. ലോൺ ആപ്പുകൾ പോലുള്ള സംവിധാനങ്ങളിലൂടെ വായ്പ എടുക്കുമ്പോൾ തിരിച്ചടവ് മുടങ്ങിയാൽ കടുത്ത മാനസിക സാമൂഹിക ബുദ്ധിമുട്ടുകളാണ് ഇവർ സൃഷ്ടിക്കാറ്. ഇത്തരത്തിൽ വായ്പ എടുത്ത ചിലർ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്ന സന്ദർഭങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വാട്സാപ്പ്, ടെലിഗ്രാം, ഫേസ്ബുക്ക്, SMS തുടങ്ങിയ മാധ്യമങ്ങൾ വഴി മൊബൈലിൽ അയക്കുന്ന സന്ദേശങ്ങളിൽ ആകൃഷ്ടരായി ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ലോൺ ആപ്പുകളിൽ വളരെ ജാഗ്രത പുലർത്തണമെന്നാണ് അധികൃതർ ഓർമ്മപ്പെടുത്തുന്നത്. ഫോണിലെ കോൺടാക്ട് വിവരങ്ങളും ഫോട്ടോ ഗാലറിയും മറ്റ് സ്വകാര്യ വിവരങ്ങളും ഇവർ നയത്തിൽ തട്ടിയെടുക്കുന്നു. പിന്നീട് ഉപയോക്താക്കളെ തേജോവധം ചെയ്യാൻ ഇവ ഉപയോഗിക്കുകയും ചെയ്യുന്നു. സ്വകാര്യത പണയം വെച്ചാണ് നിങ്ങൾ അവരിൽ നിന്ന് വായ്പ എടുക്കുന്നതെന്നും സൈബർ പോലീസ് വ്യക്തമാക്കുന്നു. ഇത്തരം തട്ടിപ്പുകളിൽ പെട്ടുപോകുകയോ ഇവരെക്കുറിച്ച് അറിയുകയോ ചെയ്താൽ 1930 എന്ന ഫോൺ നമ്പറിൽ അറിയിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ജീവനക്കാരെ പിരിച്ചുവിടാൻ ഒരുങ്ങി മൈക്രോസോഫ്റ്റ്. മോശം പ്രകടനം കാഴ്ചവെക്കുന്ന ജീവനക്കാരെയാണ് കമ്പനി പിരിച്ചുവിടുക. IT മേഖലയിൽ നിരന്തരം കൂട്ടപ്പിരിച്ചുവിടൽ വാർത്തകളാണ് കേൾക്കുന്നത്. കമ്പനിക്ക് തൃപ്തികരമല്ലാത്ത രീതിയിൽ ജോലി ചെയ്യുന്നതുകൊണ്ടോ മതിയായ പെർഫോമൻസ് ഇല്ലാത്തതുകൊണ്ടൊക്കെയാണ് ഇത് സംഭവിക്കുന്നത്. എന്നാൽ ഇത്തരം ആളുകൾക്ക് മുന്നിൽ 2 ഓഫർ വെച്ചിരിക്കുകയാണ് പ്രമുഖ ഗ്രൂപ്പായ മൈക്രോസോഫ്റ്റ്. നീക്കം കമ്പനിയുടെ പ്രകടനം മെച്ചപ്പെടുത്തുന്നതിനുള്ള മാനേജ്മെന്റ് സിസ്റ്റം കർശനമാക്കുന്നതിന്റെ ഭാഗമായാണെന്നാണ് റിപ്പോർട്ടുകൾ. മികച്ച പ്രകടനം കാഴ്ചവെക്കാത്തവരായി കണക്കാക്കുന്ന സ്വയമേവ പിരിഞ്ഞുപോകാൻ തയ്യാറാകുന്ന ജീവനക്കാർക്ക് 16 ആഴ്ചയിലെ ശമ്പളമാണ് മൈക്രോസോഫ്റ്റ് പേ ഔട്ടായി കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. പേ ഔട്ട് സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നവരെ ഒരു പെർഫോമൻസ് ഇംപ്രൂവ്മെന്റ് പ്ലാനിൽ അഥവാ PIPയിൽ ഉൾപ്പെടുത്തും. ഇത് പിരിച്ചുവിടലിന്റെ സാധ്യത ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. കുറഞ്ഞ പ്രകടന സ്കോറുകൾ ലഭിച്ചതിന് ശേഷമോ PIP സമയത്തോ ജോലി ഉപേക്ഷിക്കുന്ന ജീവനക്കാർക്ക് 2 വർഷത്തെ പുനർനിയമന നിരോധനവും പുതിയ നയത്തിൽ ഉൾപ്പെടുന്നു. അതേസമയം ഈ പ്രക്രിയ വളരെ സുതാര്യമാണെന്ന് മൈക്രോസോഫ്റ്റിന്റെ ചീഫ് പീപ്പിൾ ഓഫീസർ ആമി കോൾമാൻ പറഞ്ഞു. കൂടാതെ മികച്ച പ്രകടനം കാഴ്ചവെക്കാത്ത ജീവനക്കാരെ മൈക്രോസോഫ്റ്റിലെ മറ്റ് തസ്തികകളിലേക്ക് മാറ്റുന്നതിൽ നിന്ന് വിലക്കും. ജീവനക്കാരുടെ പ്രകടനം മെച്ചപ്പെടുത്താനും അവരുടെ കരിയറിൽ വളരാനും പുതിയ നീക്കം സഹായകമാകുമെന്നാണ് മൈക്രോസോഫ്റ്റ് പറയുന്നത്. ലേ ഓഫ് ട്രാക്കിംഗ് പ്ലാറ്റ്ഫോമായ ട്രൂആപ്പിൽ നിന്നുള്ള ഡാറ്റ പ്രകാരം ഈ വർഷം ടെക് മേഖലയിൽ ഇതിനകം 234 കമ്പനികളിൽ പിരിച്ചുവിടലുകൾ നടത്തിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി 45,656 ജീവനക്കാർക്ക് അവരുടെ ജോലി നഷ്ടമായി. അതായത് പ്രതിദിനം ശരാശരി 439 പേർ തൊഴിൽ രഹിതരായെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വൈദ്യുത വാഹനങ്ങളുടെയും ഫോൺ ബാറ്ററി ഘടകങ്ങളുടെയും ഇറക്കുമതി തീരുവ കുറച്ചു. മൊബൈൽ ഫോൺ ബാറ്ററി നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന 28 ഇനങ്ങൾക്കും ആനുകൂല്യം ലഭിക്കും.
ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന 35 മൂലധന വസ്തുക്കൾക്കും മൊബൈൽ ഫോൺ ബാറ്ററി നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന 28 ഇനങ്ങൾക്കും ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തില്ലെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചു. ലോക്സഭ പാസാക്കിയ ധനകാര്യ ബില്ലിനെക്കുറിച്ചുള്ള ചർച്ചയ്ക്കുള്ള മറുപടിയായാണ് ധനമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുക, അസംസ്കൃത വസ്തുക്കളുടെ തീരുവ കുറയ്ക്കുക വഴി കയറ്റുമതി വർദ്ധിപ്പിക്കുക, ആഭ്യന്തര ഉൽപ്പന്നങ്ങൾ ചെലവ് കുറഞ്ഞതാക്കുക എന്നിവയാണ് 2025 ബജറ്റിന്റെ ലക്ഷ്യമെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു. ഉൽപാദന യൂണിറ്റുകളുടെ വർധനവ്, ആഭ്യന്തര മൂല്യവർധനവ്, കയറ്റുമതി പ്രോത്സാഹിപ്പിക്കൽ, വ്യാപാരം സുഗമമാക്കൽ, സാധാരണക്കാർക്ക് ആശ്വാസം എന്നിവ കസ്റ്റംസുമായി ബന്ധപ്പെട്ട ഈ ധനകാര്യ ബിൽ നൽകുമെന്നും നിർമ്മല സീതാരാമൻ അറിയിച്ചു. ഓൺലൈൻ പരസ്യങ്ങൾക്ക് 6% ഡിജിറ്റൽ നികുതി നിർത്തലാക്കുന്നതിനുള്ള ഭേദഗതി ഉൾപ്പെടെ 35 ഔദ്യോഗിക ഭേദഗതികൾ ധനകാര്യ ബില്ലിൽ സർക്കാർ സഭയിൽ അവതരിപ്പിച്ചു. 1961 ആദായ നികുതി നിയമത്തിന് പകരമായി കൊണ്ടുവരുന്ന പുതിയ ആദായ നികുതി ബിൽ പാർലമെന്റിന്റെ സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയിലായതിനാൽ അടുത്ത മൺസൂൺ സമ്മേളനത്തിൽ ഇത് ചർച്ചയ്ക്കെടുക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പാകിസ്ഥാനെതിരെ നടപടി ഘടിപ്പിച്ച ഇന്ത്യ. പാകിസ്ഥാന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിന് ഇന്ത്യയിൽ നിരോധനം. പാകിസ്ഥാൻ സർക്കാരിന്റെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിന് ഇന്ത്യയിൽ നിരോധനം. പഹൽഗാമിൽ 26 പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ നിരോധനം. സിന്ധു നദീജല കരാർ അനിശ്ചിതമായി നിർത്തിവെക്കുന്നത് ഉൾപ്പെടെ പാകിസ്ഥാനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചതിന് പിന്നാലെയാണ് ഈ നടപടി. ദേശീയ സുരക്ഷ, രാജ്യത്തിന്റെ പരമാധികാരം, വ്യാജ വാർത്തകളുടെ പ്രചരണം തടയൽ തുടങ്ങിയ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഇത്തരം അക്കൗണ്ടുകളോ പ്ലാറ്റ്ഫോമുകൾ തന്നെയോ തടയാനാകും. ഒരു പ്രത്യേക അക്കൗണ്ട് മാത്രമാണ് നിരോധിക്കുന്നതെങ്കിൽ എക്സിന് നേരിട്ട ഒരു അറിയിപ്പ് നൽകാനും അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യാൻ ആവശ്യപ്പെടാനും സർക്കാരിന് സാധിക്കും. ഓരോ രാജ്യത്തെയും നിയമങ്ങളും ഭരണകൂടത്തിന്റെ അധികാരങ്ങളും വ്യത്യസ്തമായതിനാൽ ഒരു എക്സ് അക്കൗണ്ട് നിരോധിക്കുന്നതിനുള്ള കൃത്യമായ നടപടിക്രമങ്ങളും വ്യത്യാസങ്ങളുണ്ടാകാം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.